ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ OTT അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗ് അടിപ്പിച്ച് കൊല്ലുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ജിയോ ബേബിയുടെ സംവിധാനത്തിൽ നമ്മുടെ അതെ, റോളക്സിന്റെ ഭാര്യ അതായത് ജ്യോതിക, പിന്നെ നമ്മുടെ സ്വന്തം മമ്മൂക്ക എന്നിവർ പ്രധാന റോളിലെത്തിയ മലയാള ചിത്രമാണ് കാതലി. ഫാമിലി എന്റർടൈൻമെന്റ് ബേസ്ഡ് ഒരുങ്ങിയ ചിത്രം ഇപ്പോഴത്തെ അതെ സർപ്രൈസായി ആമസോൺ വഴി റെന്റഡ് ഫോർമാറ്റിൽ OTT ആരംഭിച്ചിട്ടുണ്ട്. വെറും 248 രൂപ കൊടുത്താൽ ആമസോൺ വഴി ഈ ചിത്രം നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാണാവുന്നതാണ്. അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടണ അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഗ്രാമപ്രദേശങ്ങളിലെ ഫ്രീ ആയ ചിത്രം കണ്ട് ആസ്വദിക്കാവുന്നതുമാണ്. അപ്പോൾ ചിത്രം കിട്ടേണ്ട സ്ഥലത്ത് എല്ലാവർക്കും കൃത്യസമയത്ത് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതല്ല ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. മാസ്റ്റർ പീസ് എന്ന അങ്ങേറ്റ ഓവർ ആക്ടിംഗ് നാടകത്തിനു ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ബാനറിൽ നിഖിലാർമൽ, സണ്ണീബൻ എന്നീ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ മലയാളം സീരീസ് ആണ് പേരുള്ള പ്രീമിയർ ലീഗ്. എനിവേ പറഞ്ഞു വരുന്നത് അറൌണ്ട് 7ഓളം എപ്പിസോഡുള്ള ഈ ഒരു ഫാമിലി കോമഡി സീരീസ് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി എന്നിങ്ങനെ 7ഓളം ഭാഷകളിൽ ഡിസ്നി വഴി ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിനോടകം സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം സീരീസ് എപ്പടി എന്ന് കമന്റ് ചെയ്യുക. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. ഓക്കെ, ജോഷി സാറിന്റെ മോഹൻലാൽ പടം നരൻ ഓക്കെ അല്ലേ മോനെ ദിനേശ? ജോഷിയുടെ സംവിധാനത്തിൽ നമ്മുടെ ലാലേട്ടൻ അഴിഞ്ഞാടി 2005 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് നരൻ. എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാലം. കൂടാതെ നിങ്ങൾക്ക് ആ പഴയ ലാലേട്ടനെ ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമല്ലാത്തവർ ചെയ്യല്ലേ, അടി ഇതൊക്കെ ആരല്ലടൂ. ഏതായാലും പറഞ്ഞു വന്നത് ഈ ഒരു ചിത്രം ഏഷ്യാനെറ്റ് മൂവീസ് എന്ന യൂട്യൂബ് ചാനൽ വഴി 2 മണിക്കൂറും 28 മിനിറ്റും 51 സെക്കൻഡും ഡ്യൂറേഷൻ കണക്കാക്കുന്ന ഫയൽ ഇപ്പോഴത്തെ യൂട്യൂബിലൂടെ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ പുഴയ സാറേ എന്റെ അമ്മ വിശന്നപ്പോഴൊക്കെ ഊട്ടി, കരഞ്ഞപ്പോ ആരും കാണാതെ കണ്ണീരെല്ലാം കൊണ്ടുപോയി. ലക്ഷ്മി ദീപ്തയുടെ സംവിധാനത്തിൽ ആരൊക്കെയോ പ്രധാന റോളെത്തിയ 18+ സീരീസ് ആണ് പ്ലം കേക്ക്. അഡൽട്ട് ബേസ്ഡ് ഇറങ്ങിയ ഈ ഒരു സീരീസ് യസ്മ എന്ന OTT പ്ലാറ്റ്ഫോം വഴി അറൌണ്ട് 42 മിനിറ്റ് ദൈർഘ്യം കണക്കാക്കുന്ന ഫയൽ മലയാള ഭാഷയിൽ മാത്രം ഇപ്പോഴത്തെ OTT ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്നും ഈ അടുത്തുമായി OTT സിനിമകളെ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തേത് കോഞ്ചറിംഗ് കണ്ണപ്പൻ എന്ന തമിഴ് ഹൊറർ ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോഴത്തെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് ഡെത്ത് ഗെയിം എന്ന കൊറിയൻ സീരീസ് ആമസോൺ വഴി OTT ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് ഹിന്ദി ഭാഷയിൽ പുറത്തിറങ്ങിയ തേജസ് എന്ന ചിത്രം C5ലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ OTT അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.